ഹലോ ഗൈസ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട്, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് എങ്ങനെ സൈൻ ഇൻ ചെയ്യുന്നതാണ്. ആദ്യം മൈൻക്രാഫ്റ്റ് മറ്റേ സൈൻ ഇൻ ഞെക്കുമ്പോഴത്തേന് ഈ പേജിലോട്ട് ചെല്ലും. ഈ പേജ് ലോഡാകാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇപ്പോൾ ഇങ്ങനെ ലോഡാകുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സൈൻ ഇൻ എന്ന് പറഞ്ഞ്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും മണ്ടലായിട്ട് ക്രിയേറ്റ് വൺ അത് ഞെക്കുമ്പോഴത്തേന് ഗെറ്റ് ന്യൂ അത് ആ സംഭവത്തെ ഞെക്കണം. എന്നിട്ടാണെങ്കിൽ നീ അവിടെ നിങ്ങളവിടെ പേരെഴുതണം. ഇതിൽ പേരെഴുതിയിട്ട് കുറച്ച് നമ്പർ അടിക്കണം. എന്നിട്ട് ചിലപ്പോൾ ഒത്തിരി ഇത് വേണമായിരിക്കും. ഇങ്ങനെ ചുമ്മാ അടിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടാണെങ്കിൽ ഇവിടെ പാസ്വേഡ് കൊടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ്. എൻ്റെ പാസ്വേഡ് ഇപ്പോൾ ഞാൻ പറയത്തില്ല, അത് വേറൊരു സംഭവമാണ്. അന്നേരം നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക. പിന്നെ പേര് അടിക്കണം, പിന്നെ ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് കൊടുക്കുമ്പത്തേന് ഈ താഴെ ഇതൊക്കെ സംഭവം ചുമ്മാ വന്നാൽ അതെനിക്കറിയത്തില്ല എന്തോ സംഭവം. എന്നിട്ട് ഡേയുടെ അവിടെ ആയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ഏത് ദിവസമാണ് ജനിച്ചത്. ഞാൻ 7-ാം തീയതി മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആണ്. സെപ്റ്റംബർ, പിന്നെ വർഷം 2005. 2005 പോയി. എന്നിട്ട് കൊടുക്കത്തിന് നിങ്ങൾ റോബോട്ടാണോ എന്ന് ചോദിച്ചു വരും. അന്നേരം റോബോട്ടാണോ എന്ന് തെളിയിക്കാനുള്ള ഇത് നിങ്ങളെ കൊടുക്കണം. എന്നിട്ടാണെങ്കിൽ ഈ വിരൽ നീങ്ങി നിൽക്കുന്ന പോലെ ഈ സംഭവത്തിൻ്റെ ഫ്രണ്ട് വശം അങ്ങനെ നീക്കി ഇങ്ങനെ ആക്കുമ്പോഴത്തേന് വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആകും. അത്രയാണ് ഇവിടെ ഇപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. നമുക്ക് ഇന്നോണം കട പൊട്ടി തെറിച്ചേ. അതിൻ്റെ ശബ്ദം കിട്ടിയില്ല, ഞാൻ വായി കൊണ്ടുണ്ടാക്കി. അപ്പോൾ ഇനി പിന്നെ ഇതുപോലെ ഇത് ഞെക്കത്തിൽ പിന്നെ മൈൻക്രാഫ്റ്റിലോട്ട് ചെല്ലുക. നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യണ്ട, ചുമ്മാ പതുക്കെ ലോഡായി കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടെ അതിലോട്ട് പോകും. എന്നിട്ടാണെങ്കിൽ എന്നിട്ട് നിങ്ങളുടെ ഗെയിമർ ടാഗ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു വരും. എന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരടിക്കണം. ഒരു സൈഡിലായിട്ടാണെങ്കിൽ ടിക്ക് വരും. ആ ടിക്ക് വന്ന പേരെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് നമ്പറും കൂടെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേന് ഗെയിമർ ടാഗ് കിട്ടും. എന്നിട്ട് ഇനി ടൈപ്പ് ചെയ്ത് ഇനി ശരിയാവുന്നിടമേ ടൈപ്പ്